കൂടെയുള്ള ഒരാളോട് മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറയുന്ന ഒരു സ്വഹാബിയോട് എന്ത് ചെയ്ത് നബി പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വ്യക്തിയെ പറ്റി നബി അയാൾ ചെയ്ത കുറ്റം എന്താ അറിയോ? അയാൾ ചെയ്തത് മലമൂത്ര വിസർജന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? സാറല്ലേ? പുതിയ വിഷയം. അതിന് മുമ്പ് എന്തുണ്ട്? ഒരുപാട് വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇസ്ലാമികമായിട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ ഇന്ന് നമ്മളതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു വിഷയം പഠിക്കുകയാണ്. അത് മലമൂത്ര വിസർജന മര്യാദകൾ അല്ലേ? മനസ്സിലായല്ലോ? മലമൂത്രം പറഞ്ഞാൽ മനസ്സിലായല്ലോ? നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇതിൽ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? നമ്മൾ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? യെസ്, എന്താണ്? ഇടത് കാല് വെച്ചുകൊണ്ട് കയറണം അല്ലേ? കയറുന്ന സമയത്ത്. പിന്നെന്താ ഉള്ളത്? വെരി ഗുഡ്. എന്താണ്? പ്രാർത്ഥന ചൊല്ലണം അല്ലേ? എന്താ പ്രാർത്ഥന ഇല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് അല്ലേ? ഈ പ്രാർത്ഥന കൂട്ടുകാർക്കൊക്കെ അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ചൊല്ലിക്കൊടുക്കും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇടത് കാൽ വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്, ബാത്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇനി എന്തൊക്കെയാണ് നമ്മൾ കൂട്ടുകാർക്ക് പറഞ്ഞൊക്കെ ഉള്ളത്? അതായത് മലമൂത്ര വിസർജന സമയത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ എന്തൊക്കെയുണ്ട്? എന്താണ്? വഴിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല? മലമൂത്ര വിസർജനം പാടില്ല. അതായത് മലമൂത്ര വിസർജനം പാടില്ലാത്ത സ്ഥലങ്ങൾ. എന്താണ്? മരത്തിന്റെ ചുവട്ടിൽ. എന്തുകൊണ്ടാണ് മരത്തിന്റെ ചുവട്ടിൽ പാടില്ലാൻ കാരണം? ആളുകൾ കാണുന്നു മാത്രല്ല, വേറെന്തല്ല. പിന്നെ മരച്ചൂട് എന്ന് പറഞ്ഞാൽ എന്താണ്? തണലുള്ള സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്ത് ആളുകൾ വന്ന് അവിടെ ഇരിക്കും അല്ലെ? ആൾ വിശ്രമിക്കാൻ വേണ്ടി അവിടെ ഒന്ന് ഇരിക്കും. മാത്രല്ല നല്ല മരം, ഇപ്പൊ ഫലങ്ങള്, മാവ് അല്ലെ, മാവ്, ചക്ക, അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും? താഴെ വീഴുമ്പോൾ എന്ത് ചെയ്യും? അതിലേക്ക് വീഴും അല്ലെ? അതിൽ മാലിന്യങ്ങള് ചേരും, വൃത്തികേടാവും അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള നല്ല മരത്തിന് ചുവട്ടിലൊക്കെ എന്ത് ചെയ്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. മൂത്രമൊഴിക്കാനും കാഷ്ടിക്കാനൊന്നും പാടില്ല അല്ലെ? ആ മരം നമ്മൾ പഠിക്കേണ്ടത് വിഷയമാണ്. പിന്നെ എവിടെയാ പാടില്ലാത്തത്? അതാണ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ. പിന്നെ ആദ്യം പറയൂ, വേറെന്തള്ളത്? കിണറിന്റെ അടുത്തില്ല. അതൊക്കെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ്. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് കെട്ടി വെള്ളത്തില്, പിന്നെ വഴിയിൽ, ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിൽ നമ്മള് വൃത്തികേടാക്കാൻ പറ്റൂല. പിന്നെ മരത്തിന്റെ ചുവട്ടില്. കാരണം എന്താ പറഞ്ഞ? നമ്മള് ആളുകൾ കാണുമെന്ന്. അത് ശരിയാണ്. വേറൊന്ന് വിശ്രമിക്കുന്ന സ്ഥലമാണത് അല്ലെ? അതുകൊണ്ട് അവിടെയും മാത്രമല്ല, ഫ്രൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും? അതിലേക്ക് വീണ് മാലിന്യ കയ്യില് ആകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പൊ ഇത്രയും സ്ഥലങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂല? മലമൂത്ര വിസർജനം പാടില്ല. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി വേറെ എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ ഈ വിഷയത്തില്? പാലിക്കേണ്ട മര്യാദ എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അതിന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? നമ്മൾ ഈ സമയത്ത് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യണം? മൂത്രമൊഴിക്കണം. ഇരുന്നു കൊണ്ടാണ് നിർവഹിക്കേണ്ടത്. എന്താ കാരണം? നിന്നുകൊണ്ട് വെച്ച് സംഭവിക്കുക എന്താ? നമ്മുടെ ശരീരത്തിലേക്കും പാന്റിലൊക്കെ എന്ത് ചെയ്യും? ഈ മാലിന്യങ്ങള് ആകും. അതുണ്ടായ നമസ്കാരം ശരിയാകുമോ? നജസാണ് അല്ലേ? നജസാണ്. നമ്മൾ അറിയാതെ നിന്ന് മൂത്രമൊഴിച്ച് അത് തെറിച്ച് നമ്മളെ വസ്ത്രത്തിലേക്ക് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് നമസ്കരിക്കാൻ പാടില്ല. നമസ്കാരം ശരിയാവൂല. കാരണം വസ്ത്രത്തിൽ നജസ് ഉണ്ടാകാൻ പറ്റുമോ നമസ്കരിക്കുമ്പോ? പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇരുന്നു കൊണ്ടാണ് നമ്മള്. ഇനി ഒരാൾക്ക് ഇരിക്കാൻ കഴിയണില്ല, ഒരാൾക്ക് എന്തെങ്കിലും കാലിന് പ്രയാസമുണ്ട്, ഊരക്ക് പ്രയാസമുണ്ട്, ഇരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം? നിന്നുകൊണ്ട് ഒഴിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട എന്താണ്? നമ്മുടെ ശരീരത്തിലേക്കും പിന്നെ വസ്ത്രത്തിലേക്കും ആവരുത്. ആകാതെ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ട വിഷയം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയേണ്ട വിഷയമാണ്, ഈ ഒരു സമയത്ത് മറ സ്വീകരിക്കണം. ആളുകൾ കാണാതെ ചെയ്യണം. മനസ്സിലായല്ലോ? ആളുകൾ കാണുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അവറത്ത് കാണും ഇല്ലേ? നമ്മൾ അവറത്ത് അവർ കാണും.
പിന്നെ അതുകൊണ്ട് മറ സ്വീകരിച്ചുകൊണ്ട് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ വീട്ടിലൊക്കെ ഒന്നുണ്ടാവും അതിനായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പുറത്തുനിന്നൊക്കെ മൂത്രം വയ്ക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആളുകൾ കാണാതെ ഒരു മറ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം എന്നാണ്. മനസ്സിലായല്ലോ? ഇത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്. അതിൻ്റെ കൂടെ ഈ ഒരു സംഭവം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോവുകയാണ്, കൂടെ സ്വഹാബത്തൊക്കെ ഉണ്ട്, കൂടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതേപോലെ ഒന്ന് മലമൂത്ര വിസർജനത്തിൻ്റെ സമയമായപ്പോൾ എന്ത് ചെയ്ത്, കൂടെയുള്ള ഒരാളോട് മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറയുന്ന ഒരു സ്വഹാബിയോട് എന്ത് ചെയ്ത്, നബി പറഞ്ഞു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നബി എന്ത് ചെയ്ത്, വെള്ളം കൊണ്ടുവന്നു. നബി എന്ത് ചെയ്ത്, പിന്നെ ഈ മുഗീറ എന്ന് പറയാണ്, ഞാൻ കാണാത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്ത്, നബി എന്ത് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. എന്തിന്? ഈ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിട്ട് എന്നിൽ നിന്നും മറയുവോളം ഞാൻ കാണാത്ത സ്ഥലത്തേക്ക് നബി പോയിട്ട് എന്ത് ചെയ്ത് അത് നിർവഹിച്ചു എന്നാണ്. കാരണം എന്താണ്? മറ്റുള്ളവർ കാണാൻ പാടില്ല. മറ സ്വീകരിക്കണം എന്നർത്ഥം. മറ സ്വീകരിക്കണം. പ്രത്യേക സ്കൂളിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മൾ പിന്നെ വീടിൻ്റെ പുറത്തുനിന്നോ അല്ലെങ്കിൽ യാത്രക്കിടയിലൊക്കെ എന്ത് ചെയ്യാണ്, ആ സംഭവിച്ച ആളുകൾ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, ഒരു മറ സ്വീകരിച്ച് ചെയ്യണം. മാത്രമല്ല ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ പാടില്ല, മൂത്രയിക്കാനും പാടില്ല, ഈ രണ്ടും ചെയ്യാൻ പാടില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും, ഇപ്പോൾ ഉദാഹരണം നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ സമയത്തോ രാവിലെ എഴുന്നേറ്റ് മദ്രസയിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഉമ്മ ചിലപ്പോൾ ആയിരിക്കും, ഇപ്പം ടോയ്ലറ്റിലോ ബാത്റൂമിലോ ഉമ്മയോ ഉപ്പയോ നമ്മുടെ ഇക്കാക്കന്മാരൊക്കെ ഇപ്പം ആ സമയത്ത് ടോയ്ലറ്റിലായിരിക്കും ചിലപ്പോൾ അല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പം എന്ത് പറയും അറിയാതെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയല്ലേ നമ്മളോട്? എന്താ പറയല്? അസ്സലാമു അലൈക്കും. അപ്പം ടോയ്ലറ്റിലുള്ള വ്യക്തിയോട് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ മറന്ന് പറയും ചിലപ്പോ അല്ലേ. ഇറങ്ങിയ പിന്നെ പറയാൻ സംശയമില്ലല്ലോ അല്ലേ. എന്നാൽ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരാൾ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് സലാം അയാളോട് പറയാനും പറ്റൂല. ആരെങ്കിലും അയാളോട് പറഞ്ഞാൽ വീട്ടാനും പാടില്ല, മടക്കാനും പാടില്ല. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയും ചെയ്യരുത്, ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യരുത്, മടക്കാനും പാടില്ല. അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞു, കുറേ വിഷയങ്ങൾ പറഞ്ഞു അല്ലേ. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ഓരോന്ന് പറഞ്ഞാൽ കൂടി ഒന്ന് ആവർത്തിച്ച് പറയും. എന്തൊക്കെയാണ്? പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇടത് കാല് വെച്ചുകൊണ്ട് പറയണം. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്? മരത്തിന്റെ ചുവട്ടിൽ. അതായത് ഇത് പാടില്ലാത്ത സ്ഥലങ്ങൾ അല്ലേ, പാടില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു, എവിടെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. വഴിയിൽ പിന്നെ കുളിമുറിയിൽ ഇതൊക്കെ പറഞ്ഞല്ലോ അല്ലേ. ഇരുന്നുകൊണ്ട് നിർവഹിക്കണം, മറ സ്വീകരിക്കണം. ആളുകൾ കാണാത്ത രൂപത്തിൽ എന്ത് ചെയ്യണം, മറ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ നിർവഹിക്കണം. ഇനി നമ്മൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണ് ശുദ്ധിയാക്കുക എന്നുള്ളത്. മലമൂത്ര വിസർജന ശേഷം എന്ത് ചെയ്യണം, ശുദ്ധിയാക്കണം. വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം, ശുദ്ധിയായി ശുദ്ധിയാക്കണം കേട്ടോ. സുഹൃത്ത് പറഞ്ഞാലോ. പിന്നെ രണ്ടാളുകൾ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വ്യക്തിയെ പറ്റി അയാൾ ചെയ്ത കുറ്റം എന്താ അറിയോ? അയാൾ ചെയ്തത് മലമൂത്ര വിസർജന ശേഷം ശുദ്ധിയാക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഖബർ ശിക്ഷിക്കാൻ കാരണമാകും, ഖബറിൽ ശിക്ഷ കിട്ടാൻ കാരണമാകും എന്ത്, നമ്മൾ മലമൂത്ര വിസർജന ശേഷം ശരിയായി ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലേ. അപ്പോൾ നമ്മൾ വളരെ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ ശീലിക്കേണ്ട ഒന്നാണ് എന്ത്, ശുദ്ധിയാക്കുക എന്നുള്ളത് അല്ലേ. ഇപ്പം ഉദാഹരണം നമ്മൾ സ്കൂളിലൊക്കെ ചിലപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്കൂൾ സമയത്ത് എന്ത് ചെയ്യണം, വെള്ളം നമ്മളെ കയ്യിൽ വേണം. സ്കൂളിൽ വെള്ളം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സ്കൂളിൽ വെള്ളം ഉണ്ടാവും പോലെ, പൈപ്പൊക്കെ അല്ലേ, പൈപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധയോടെ കൂടി നമ്മുടെ ശരീരത്തിലേക്കോ വസ്തുവിലേക്കോ തെറിക്കാതെ നമ്മളത് നിർവഹിക്കണം. ശേഷം എന്ത് ചെയ്യണം, കഴുകുകയും വേണം, വൃത്തിയാക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾക്ക് ഒരു യാത്രയിലോ മറ്റോ വെള്ളം കിട്ടിയില്ല, നിങ്ങളുടെ കയ്യിൽ കുപ്പിയിൽ ബോട്ടിൽ വെള്ളമില്ല, ആ പരിസരത്ത് അവിടെ വെള്ളം കാണില്ല, നിങ്ങൾക്കൊന്ന് മൂത്രം ഒഴിക്കണം. ആ സമയത്ത് മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് കഴുകാൻ എന്താ ചെയ്യാൻ, നമ്മൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കാം. പിന്നെ ഇല, പിന്നെ കല്ല്. അതായത് മൂത്രം പറ്റിപ്പിടിക്കുന്ന അല്ലേ, ആ നനവ് ഇതിലേക്ക് ചേരുന്ന രൂപത്തിലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ പറ്റുമോ? പ്ലാസ്റ്റിക്കിന്റെ കവർ പറ്റുമോ? കാരണം എന്താണ്, നമുക്ക് വെള്ളം പറ്റി പിടിക്കൂല. പ്ലാസ്റ്റിക് കവർ വെള്ളം പറ്റി പിടിക്കുമോ? വെള്ളം അങ്ങനെ ആവുള്ളൂ. ഉണങ്ങി ഇങ്ങോട്ട് വെള്ളം പറ്റി പിടിക്കാത്ത പ്രശ്നം ഉണ്ടാവും അല്ലേ. കല്ല് പറ്റും, ടിഷ്യൂ പേപ്പർ പറ്റും, എല്ലും കഷ്ണം പറ്റുമോ? എല്ലും കഷ്ണം പറ്റുമോ? എന്താ കാരണം? അതിലേക്ക്
പറ്റൂല. വെള്ളം പറ്റി പിടിക്കൂല. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മൾ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, എന്ത് ഉപയോഗിക്കാൻ പാടില്ല, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ല? ഇതൊക്കെ എന്താണ് ഈ മലമൂത്ര വിസർജന മര്യാദയിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം ഏത് കൈയാണ് ഉപയോഗിക്കേണ്ടത്? ഇടത് കൈ. നിങ്ങളെ കാലം കൈകല്ലേ നമ്മളില്ലേ? ഇടത് കൈയാണ് നമ്മൾ ശുദ്ധിയാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. വെള്ളം കിട്ടിയ പറഞ്ഞു. ഇനി അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ, അതായത് എന്താണ് ബാത്റൂമിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പുറത്തിറങ്ങണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഓഫ്രാനക്ക. എന്താണ് അറിയില്ലേ? ഓഫ്രാനക്ക. ആ സമയത്ത് ഓർമ്മ ഉണ്ടാവും, ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ? ചിലരല്ലേ നമ്മള് ഇല്ലേ പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥന അല്ലാഹുമ്മ എന്നുള്ളത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഓഫ്രാനക്ക. എന്താണ് മദ്രസയിൽ പഠിക്കുമ്പോഴല്ലോ, മദ്രസയിൽ പഠിച്ചു വരുന്ന വിഷയമാണ് നോക്കുന്നത്. ഓഫ്രാനക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുറത്തിറങ്ങേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. എങ്കിലും എന്ത് ചെയ്യുള്ളൂ, ഓരോ കാര്യങ്ങളും നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച ഒരുപാട് വിഷയങ്ങൾ, ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ അല്ലേ, വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, സലാം പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, പരസ്പരം കാണുമ്പോൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ, നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വിരുന്ന് വന്നു കഴിഞ്ഞാൽ അവരോട് നമ്മൾ പാലിക്കേണ്ട മര്യാദ. അതേപോലെ നമ്മൾ വേറെ വീട്ടിലേക്ക് പോകുമ്പോഴും അവിടെ നമ്മൾ എന്ത് ചെയ്ത് ആകെ പ്രശ്നമാക്കി പോരത് അല്ലേ? അവിടെ നമ്മൾ വളരെ അച്ചടക്കത്തിൽ എന്ത് ചെയ്യണം? മര്യാദ പാലിച്ചുകൊണ്ട് നമ്മൾ കഴിച്ചു കൂട്ടണം. മനസ്സിലായല്ലോ? ഇതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതായത് നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ, ഇനി ബാത്റൂമിലേക്ക് പോയിട്ട് നിർവഹിക്കുകയാണെങ്കിലും അതല്ല നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി നിർവഹിക്കുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? കൃത്യമായിട്ടിത് പാലിക്കണം. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് റേഡിയോ എപ്പിസോഡിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കുറേ പ്രോഗ്രാമുകളുണ്ടാവും. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അല്ലേ? ടെലിക്വിസ് പോലെയുള്ള പ്രോഗ്രാമുകൾ, ഈ മദ്രസ. മനസ്സിലായല്ലോ? ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി നല്ല കുട്ടികളായി എന്ത് ചെയ്യണം? വളരണം. മനസ്സിലായി? നല്ല സ്വഭാവം അല്ലെങ്കിൽ ആരും നമ്മളെ ഇഷ്ടപ്പെടുമോ? ഇല്ല, ആരും ഇഷ്ടപ്പെടില്ല. നല്ല പഠിക്കണ കുട്ടിയാണ് അല്ലേ? നമ്മളെ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണ്. പക്ഷേ നമ്മൾ നല്ല സ്വഭാവം ഇല്ലെങ്കിൽ ഇഷ്ടാവും. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടതാണ് മര്യാദകൾ അല്ലേ? ഇപ്പൊ നമസ്കാരം ഉദാഹരണം പറയാം. നമസ്കരിക്കണ സമയത്ത് ഒരാൾ നമസ്കാരം പഠിക്കേണ്ട മുമ്പ് എന്ത് ചെയ്യണം? നമസ്കരിക്കേണ്ട മുമ്പ് അയാൾക്ക് എന്താ അറിയണം? നമസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ. ഒറ്റ ഉദാഹരണം പറഞ്ഞതാ. ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് മുകളിലേക്ക് നിസ്കരിക്കുകയാണ്. നിസ്കരിക്കുമ്പോൾ മുകളിലേക്ക് നോക്കുകയാണ്. നിസ്കാരം ശരിയാകുമോ? ഇല്ല. അപ്പം നമസ്കാരം പഠിക്കേണ്ട മുമ്പ് അയാൾ എന്ത് പഠിക്കണം? നമസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പഠിക്കണം. ഒരാൾ ഡ്രൈവിങ് പഠിക്കണം. ഒരാൾ ഡ്രൈവിങ് പഠിക്കുകയാണ്. ഈ ഡ്രൈവിങ് പഠിക്കുമ്പോൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പം റോഡിൽ പാലിക്കേണ്ട മര്യാദ ഒന്നും അറിയാതെ ഓട്ടി എങ്ങനെ ഉണ്ടാവും? ആക്സിഡന്റ് ആവും. ഇടിച്ച് ആകെ പൊളിയും കാറൊക്കെ. അപ്പം കാർ ഓടിക്കുമ്പോൾ ആദ്യം പഠിക്കണം? മര്യാദ പഠിക്കണം. കാർ ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, റോഡിൽ ഏത് സൈഡിൽ പോകണം, എത്ര സ്പീഡിൽ പോകണം എന്നൊക്കെ പാലിക്കണ്ടേ? ആ മര്യാദ പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ നമ്മളെന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ പാലിച്ചാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? നമ്മൾ നല്ല കുട്ടികളായിട്ട് വളരുള്ളൂ. ഇൻഷാ അല്ലാഹ്. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ്. അപ്പം നമ്മളെന്ത് ചെയ്യുക? നമ്മുടെ കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യണം? ഇത് അറിയിച്ചു കൊടുക്കണം. മനസ്സിലേ? ഇതറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ടാകും. അവർക്കൊക്കെ നമ്മളിത് അറിയിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ്. നമ്മളെന്ത് ചെയ്യും? റേഡിയോയിൽ ഇതിൻ്റെ എപ്പിസോഡൊക്കെ വരും. ആ സമയത്ത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യണം? ഇത് അയച്ചു കൊടുത്ത് അവർക്കും ഇത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലായല്ലോ? സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ടാവും. ക്ലാസ് റൂമിൽ തീരെ മര്യാദ പറയുന്നത് അല്ലേ? ക്ലാസ് റൂമിൽ എപ്പോഴും അടിപിടിയും കച്ചറ, അല്ലെങ്കിൽ പിന്നെ സംസാരിക്കുമ്പം അല്ലേ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തൽക്കാലം എന്ത് ചെയ്യുക? നമുക്കിത് പിന്നെ അവസാനിപ്പിച്ചാലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടുകാർക്ക് അത്
ഷെയർ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു പൂമ്പരത്തുള്ള എപ്പിസോഡിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ വ്യത്യസ്തമായ കൂട്ടുകാരും കൂട്ടുകാരികളും നമ്മുടെ കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇതെല്ലാം എല്ലാ കുട്ടികളും കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുട്ടിയായി നമുക്ക് വളരാൻ പറ്റും. നമ്മുടെ ഉമ്മമാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ ഉപ്പമാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കൂട്ടുകാർ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ സ്കൂളിൽ നമ്മുടെ അധ്യാപകർ ഇഷ്ടപ്പെടുന്ന നല്ല കുട്ടികളായി നമുക്ക് വളരാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോ എപ്പിസോഡുകൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.